കയ്യിലില്ല എന്ത് ഇതെന്തൊരു പുകമയം നോക്കട്ടെ. ഹലോ ഗൈസ്, ദിസ് ഇസ് 17/2/2026 ഫെബ്രുവരി. ഞാൻ നാളെ വെളുപ്പിന് നാട്ടിൽ പോകും. ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, ചിലപ്പം നാളെ അടുത്തൊരു കൺട്രിയിലോട്ട് മാറുന്നതും ഞാൻ എടുക്കും. സോ യാ, വെൽക്കം ടു. അപ്പം ഇനി UK വ്ളോഗ് ഒരു 2.5 മാസത്തേക്കൂടെ ഉണ്ടാവില്ല. അപ്പം 2 മാസത്തേക്കാണ് നാട്ടിൽ പോകുന്നത്. സോ മുടിയുള്ള കാണാൻ അഴകുള്ള നീല മിഴിയുള്ള പെണ്ണിന് ശൃംഗാരി ഒരു മിഴിയുള്ള കണ്ടപ്പോ എന്റെ ത്രിഫ്റ്റിന്റെ സാധനം ഡിക്കിക്കകത്ത എന്റെ ഔട്ട്ഫിറ്റിന്റെ കമ്പം മൂലം ഞാൻ കുറെ ഡ്രസ്സ് മേടിച്ചു വെച്ചേക്കെ. ഇപ്പൊ വലിയ വീടില്ലാത്തത് കൊണ്ട് വലിയ തൊല്ല കേസായിട്ട് ഞാൻ ത്രിഫ്റ്റിന് പോയി. ത്രിഫ്റ്റിന് പോയപ്പോ അവർക്കും വേണ്ട, അവിടെ ആളില്ല എടുക്കാൻ. ടൈമില്ല, കോള് വന്ന് പോവാ. ടാറ്റാ പോടി. പറഞ്ഞതാ അവള് വേറെ ഹോട്ടലിൽ പോവാന്ന് വിചാരിച്ച. പിന്നെ അവരുടെ ടൈമില്ലാന്ന് പറയാൻ പറഞ്ഞു. ഹൈ നൈസ് ഗേൾസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്. എടാ എന്റെ മൂക്കിലൊക്കെ മഷി വീണ പോലെ ആയടാ ഈ ക്യാമറയില്. ലേസർ അടിച്ച എന്റെ സീൻ. സനൂപാണ് എന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്നാണ് സനൂപ് പറയുന്നത്. എത്ര ഇൻട്രോവേഴ്സിനെ ഞാൻ ഇങ്ങനെ പിഴപ്പിച്ചിരിക്കുന്നു. വേണ്ട, വേറൊരു പാട്ടുണ്ട്, ജാല ജാല എന്നറിയാണ്ട് കാണാം. മണിക്കുട്ടി ഇതാ ഓടിക്കുന്നുണ്ടല്ലേ. ശരിക്കും ശരിക്കും ആദർശ്, നീ എന്നെ മിസ് ചെയ്യുമോ? ആദർശ്, ഏദർശ്, സനൂപ് മിസ് ചെയ്യുമോ എന്നെ? ഇല്ല, മിസ് ചെയ്യൂലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ നിന്നെ മിസ് ചെയ്യും. കള്ളം എന്തിനു പറഞ്ഞു? ഞാൻ നിന്നെ മിസ് ചെയ്യും. അപ്പൊ നീ എന്നെ മിസ് ചെയ്യൂലേ? തിന്നാ നമുക്ക് തിന്നിട്ട് കാണാം. അത് ഓണാക്കുമ്പോ നീ ഇൻട്രോ സെലിബ്രിറ്റി ഞങ്ങൾ അപ്ന സ്റ്റൈലിൽ പോകുന്നു ഫുഡ് കഴിക്കാൻ. സമയം 3 മണി. ഇതുവരെ ഒന്നും കഴിച്ചില്ല. മുതലായിരിക്കുന്നു. സംഹിത ജയിലിൽ കൊടുക്കുന്ന പോലെ ഉണ്ട്. സ്നേഹം പൂവല്ല, മോഹം കൈപ്പല്ല, കണ്ണീരോ കയ്യിലേ. വ്ളോഗിൽ തന്നെ ഇല്ലട്ടോ. നിങ്ങളെയൊക്കെ വിറ്റാണ് ഞാൻ പൈസ ഉണ്ടാക്കാൻ പോണത്, മനസ്സിലായില്ലേ? പാട്ട് വന്നിട്ടുണ്ട്, പാട്ട്. ഇപ്പൊ പിന്നെയും കട്ടോ നോക്കി.
ഹലോ ഗൈസ്. അപ്പോൾ എന്നത്തെയും പോലെ എനിക്ക് നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയി. ആൻഡ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, അത്ര വലിയ ട്രാവൽസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഡിലേ സംഭവമൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി ഫ്രസ്ട്രേറ്റിംഗ് ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് യെസ്റ്റർഡേ ആൻഡ് ഐ വാസ് സോ ടയർഡ്. അപ്പോൾ എന്താ പറയുക, അവർ 1 മണിക്കൂർ നമ്മളെ ഫ്ലൈറ്റിനകത്ത് തന്നെ എത്തി. ആൻഡ് ദെൻ ദേ കെയിം ആൻഡ് ടോൾഡ് ടു ഗെറ്റ് us out. അപ്പോൾ അതിന് ശേഷം they also gave us a 20 pounds voucher which was actually fair. ഒരു എക്സ്ട്രാ 1-2 hours എടുക്കും എന്ന് പറഞ്ഞു. സോ വി can grab the lunch and then wait in the lounge. അപ്പം ഞാനിപ്പോൾ പോയിട്ട് എന്താ എടുക്കേണ്ടതെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് ലാസ്റ്റ് ഞാൻ ആർച്ചീസ് കണ്ടപ്പോൾ അവിടെ പോയി. ഞാൻ റിവർഡേൽ സീരീസിൽ ആർച്ചീസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ മിൽക്ക് ഷേക്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ പോയത്. സോ ഐ ബോട്ട് ബർഗർ which is a classic beef burger and it's the lotus shake along with the fries. It was 19 something. അപ്പം മൊത്തത്തിൽ ഒരു പ്രാവശ്യമേ നമുക്ക് 20 poundsൻ്റെ വൗച്ചർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ തോട്ട് ഓഫ് ആക്സസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇത്തിഹാദിൻ്റെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഐ വാസ് എ ബിറ്റ് ലക്കിയർ ടുഡേ. ബിക്കോസ് നമുക്ക് വേറെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ വഴി നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഒപ്പിക്കേണ്ടി വന്നേനെ. ബിക്കോസ് ഐ ടുക്ക് ദി കണക്ഷൻ ഫ്ലൈറ്റ് ബോത്ത് ഫ്രം ഇത്തിഹാദ്. അവർ തന്നെ നമുക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ആൻഡ് ഇനി എപ്പം വീടെത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല. 3 മണിക്കാണ് എത്തേണ്ടിയിരുന്നത്. ആൻഡ് ഷുവർ ഐ വിൽ ബി ലൈക്ക് 5 ബർഗർ ടേസ്റ്റ് ചെയ്യാം. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങോട്ടാ പോണേ? പിന്നെ ഹൈസ്പീഡൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോയി നോക്കാം. പായി നോക്കാം, നമുക്ക് മെയിൻ ആണല്ലോ. അപ്പോൾ കഴിക്കട്ടെ. ഇപ്പോഴും അവർ പറയുന്നത് Etihad Airways is gonna be there on time. Etihad Airways is gonna give you, engineers are working. പക്ഷെ ഇപ്പോൾ ഇത് 11 o'clock ആയി. എനിക്ക് 8:25 എടുക്കേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. 2.5 hours ഡിലേ ഓൾറെഡി. എനിക്കറിയത്തില്ല, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ട് കാണാൻ പറ്റി ഓഫ്കോഴ്സ്. പക്ഷെ എന്നാലും എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ പോകണം. ഓക്കെ, അതുപോലെ പോയില്ല എന്നറിയുമ്പോൾ ഒരു പേടി, ഒരു വിഷമം. പോകൂടെ ഇനി ഞാനിവിടെ മണ്ട്രാക്ക് പോലെ ചെറിയ കുറ്റി കെട്ടിട്ടിരിക്കുവാണ് തമ്പുരാനി. നല്ല രസമുണ്ട് പുള്ളിക്കാരി സംസാരിക്കുന്നതൊക്കെ, ഒരു പാട്ട് പോലെ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഇനി അഥവാ എങ്ങാനും ഞാൻ ഉറങ്ങിപ്പോയി അവർ വിളിച്ച് പറയുമ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ടാണ് ഐ എം സ്റ്റിൽ അവേക്ക്. ബട്ട് എനിക്ക് പറ്റുന്നില്ല. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോവുകയാണ്, ഒന്നും കേൾക്കുന്നില്ല. അപ്പം ഐ തോട്ട് ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് തന്നെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യാതാകുമ്പം ഉറങ്ങിപ്പോയാലും മറ്റേ കണ്ടക്ടർ ഒന്ന് വിളിക്കുന്നില്ല, ആരെങ്കിലും വന്ന് വിളിക്കുമല്ലോ. ഏത് ഉറങ്ങാൻ പോകണമെങ്കിൽ എനിക്ക് പറ്റത്തില്ല.
Guys, my Manchester flight got delayed for 4 hours and I reached Abu Dhabi 4 hours late, so that my Abu Dhabi to Trivandrum flight got missed. അത് വീടത്തിൽ കാണുമായിരിക്കും. ഞാനിവിടെ തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് അടുത്തൊരു ഫ്ലൈറ്റ് അവർ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പം സെറ്റാക്കി തന്ന ഫ്ലൈറ്റ് നാളെ ഉച്ചയ്ക്ക് എടുക്കുകയുള്ളൂ. അപ്പം ഞാൻ നാളെ രാത്രിയെ നാട്ടിലെത്തുള്ളൂ. വെളുപ്പിന് 3 മണിക്ക് എത്തേണ്ട ഞാൻ വൈകിട്ട് 8 മണിക്ക് എത്തുള്ളൂ. സോ അത്രയും ഡിലേ ആയി ഫ്ലൈറ്റ്. സോ ദേ ഗേവ് ഹോട്ടൽ ആക്സസ്. അപ്പം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ നമ്മുടെ വിസ അടിച്ച് തന്നിട്ട് they will take me to a hotel. അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തതിന് ശേഷം tomorrow afternoon is my flight. Life is full of surprises and miracles. എങ്ങാനും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. എനിക്ക് ചടയ്ക്കുന്നൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്, ബട്ട് സ്റ്റിൽ this is my first time experiencing this delays, cancels, missings, layover, hotel. So it's exciting. Let's see how it goes.